ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശിവരാത്രി ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫും വടക്കുന്നാഥനിൽ പോയി തൊഴുതതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. പിന്നെ എഴുന്നേറ്റ് പോന്നു. വെള്ളം ചൂടാക്കാൻ വെച്ച് കുളിക്കാനുള്ളത്. എന്നിട്ട് പിന്നെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. തലേദിവസം തുടച്ചിട്ടതൊക്കെ തന്നെയായിരുന്നു എന്നുണ്ടെങ്കിലും ഞാൻ പോയി കഴിഞ്ഞ് ചിലപ്പോൾ ഇവരെന്തെങ്കിലും എടുത്ത് കഴിക്കലും അങ്ങനെ ഓരോന്നൊക്കെ കാണിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒന്നും കൂടി ഒന്ന് അടുക്കള മാത്രം തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, ആദ്യം അടിച്ചു വാരി തുടച്ച് മുറ്റമൊക്കെ അടിച്ചിട്ടാണല്ലോ എന്നും നോയമ്പെടുക്കൊക്കെ വെച്ചാൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടൊന്നും ഞാനും ചെയ്തു. തലേദിവസം ചെയ്തു വെച്ചതായാലും ഇവിടെയൊക്കെ അവർ ഉപ്പൊക്കെ എടുത്തിട്ട് എപ്പോഴും ഉപ്പിൻ്റെ അവിടെ ഓരോന്ന് പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് പിന്നെ താഴ്ഭാഗം ഒന്ന് തുടച്ചിട്ടു കേട്ടോ. താഴ്ഭാഗം ചവിട്ടി കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അഴുക്കാവും, വെള്ള കളറും കൂടിയല്ലേ, അത് കാരണം കൊണ്ട്. അപ്പോൾ അതും ഒന്ന് വെള്ളം തെളിച്ചും കണ്ട് വേഗം ഒന്ന് ആക്കിയെടുത്തു. അപ്പോഴേക്കും ഇത്രയും പണികൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചൂടായി. പിന്നെ ഞാൻ ചേട്ടനുള്ള വെള്ളം കൂടി വെച്ചു കേട്ടോ. ആൾ അപ്പം തന്നെ കുളിച്ചോളാൻ പറഞ്ഞു വെച്ചാൽ നാളികേരൊക്കെ ചെയ്ത് തരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ആൾക്കുള്ള വെള്ളം വെച്ച് ഞാൻ പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ ചായ വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ കുറേ ദിവസം ഞാൻ മോർണിംഗ് റൂട്ടീൻ തന്നെ ഇട്ട കാരണം പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് മോർണിംഗ് റൂട്ടീൻ തീരെ ഞാൻ കാണിക്കേണ്ടായത്. അതിനിടയ്ക്ക് ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നു അല്ലേ, കുറച്ചൊന്ന് നേരം വൈകി പോയി അതും മാത്രം. അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലത്തെ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കണമൊക്കെ ഉണ്ട്. കൂട്ടുകാരുടെ അഭിപ്രായം ഒന്ന് എഴുതിക്കോളാം. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ദിവസം ഒരേപോലെ തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉപ്പുമാവും പഴമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴം 2 എണ്ണമൊക്കെ പുഴുങ്ങിയാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പിള്ളേർക്ക് പോകുമ്പോഴുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മാത്രം മതി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോൾ ആ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കെട്ടി വെച്ച് കഴിഞ്ഞാൽ പഴം കറുത്ത് പോകുമല്ലോ. അപ്പോൾ എല്ലാ പഴവും കറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോകും. അപ്പം ഞാനത് എല്ലാതും എടുത്ത് പുഴുങ്ങി. ചേട്ടൻ കൂടുതൽ കഴിക്കണേ എപ്പോഴും പുഴുങ്ങണം കേട്ടോ. പിള്ളേർ ഇത്ര കാലമൊന്നും പുഴുങ്ങിയ പഴമൊന്നും കഴിച്ചേർന്നില്ല. ഇപ്പോൾ ഇന്നാൾ നമ്മുടെ വീട്ടിൽ കുലച്ചപ്പം അത് പഴുപ്പിച്ചല്ലോ. അപ്പം ഞാനൊരു ദിവസം എനിക്ക് വേണ്ടി പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ അത് അവരും നന്നായിട്ട് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായി. കുറേ ഫുഡുകളൊന്നും അവരങ്ങനെ കഴിക്കാത്തതുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തിരിച്ചൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു സന്തോഷമല്ലേ മക്കൾ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത്. എനിക്കവരങ്ങനെ കുറേ ഫുഡ് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇവരൊക്കെ നുള്ളി പെറുക്കി കഴിക്കുന്ന ടീമാണ്. അപ്പോൾ ആ പഴം ഒന്ന് പുഴുങ്ങാൻ കുക്കറിലേക്ക് വെച്ചു. പിന്നെ ഞാൻ ഗ്രീൻ പീസ് കടലയാണ് ഉപ്മാവിന് വേണ്ടിയിട്ട് കറിയാക്കുന്നുണ്ട്. കറിയൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാലും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു കറി ഇരുന്നോട്ടെ, പിന്നെ ഉച്ചക്കലിക്കും ഒരു ഉപ്പേരിയും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2ഉം കൂടി ആ ഗ്രീൻ പീസ് കടല ആക്കാനാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വേറൊരു മെഴുക്ക് പറ്റിയും ഉപ്പുമാവിനുള്ളതും ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അങ്ങനെ ചെയ്തു. എളുപ്പത്തിൽ സാമ്പാറൊന്നും വെക്കണില്ല കേട്ടോ. ഇന്ന് പരിപ്പും വെള്ളരിക്കൊക്കെ വെക്കണമല്ലോ. സാമ്പാർ 2 ദിവസം മുന്നേ വെച്ചതാണ്. അപ്പോൾ എന്നും സാമ്പാർ വെച്ചാലും അതിനൊരു ചിലവുണ്ടാവില്ല. അപ്പോൾ അത് കാരണം സാമ്പാർ വേണ്ടാന്ന് വെച്ചു. ചായ പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ടെടുത്തേക്കും ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് 4 ദിവസം 5 ദിവസമൊക്കെ എടുക്കും കേട്ടോ. എന്നുവെച്ചാൽ പിള്ളേർ കഴിക്കാത്ത കാരണം ചേട്ടൻ അപ്പോഴേക്കും ചോറ് എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാനതൊന്ന് ചേട്ടൻ തന്നെ വാർത്ത് വെച്ച് തന്നു കേട്ടോ. അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് പിന്നെ അപ്പം തന്നെ ഞാൻ ഗ്രീൻ പീസറിൽ വെച്ചു. പിന്നെ വേഗം ചായ ആക്കിയെടുത്തു. പഴം എടുത്ത് വയ്ക്കാനുള്ള കാസറോളും വേഗം അപ്പം തന്നെ എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ ചായ ആയിട്ടിങ്ങാട്ട് ഞങ്ങൾ 2 ചായ കുടിച്ചിട്ട് ഇനി പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചായ വാർത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പഴം വിസിലടിച്ച് 2-3 വിസിലൊക്കെ ആയി. അപ്പം ഞാൻ പിന്നെ വേഗം എയർ കളഞ്ഞ് തുറന്നു. ഇനി അവിടെ ഇരുന്ന് അതിങ്ങനെ പായസം പോലെ എനിക്കിഷ്ടമില്ല. പഴം വേവ് കൂടിയാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, കഴിക്കില്ല കേട്ടോ. ചേട്ടൻ കഴിക്കും, പക്ഷെ ഞാൻ കഴിക്കില്ല ഒട്ടും. പിള്ളേർക്കും വലിയ ഇഷ്ടമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു വേറൊരു കാസറോളിലാക്കി വെച്ചു. ഈ കാസറോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഇത്തിരി ചെറുതാണ്. അപ്പോൾ പഴത്തിന് എന്തായാലും നല്ല കറക്റ്റാന്ന് മനസ്സിലായി. പിന്നെ വേഗം ഗ്രീൻ പീസറിൽ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഞാൻ അവിടെ പോയിരുന്ന് ആ ചായയൊക്കെ ഒന്ന് കുടിച്ചു. ചേട്ടന് മുന്നേ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ആ നാളികേരം ചെരികി അതും തന്നെ ഇരുന്നിട്ടായിരുന്നു ചായ കൂടി. ഞാനും അപ്പുറത്ത് തന്നെ വന്നിരുന്ന് ചായ കുടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഉപ്മാവ് ഉണ്ടാക്കാൻ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും സവോളയും ഒക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പം ഇത്തിരി കൂടുതലായി പോയി, പക്ഷേ ഉപ്പുമാവിന് അതൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില, വറ്റൽമുളക് കേട്ടോ. ഉപ്പുമാവിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. പിന്നെ അതുപോലെ പണ്ട് ഞാൻ അതൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എളുപ്പത്തിലുള്ള രീതിയിലാണ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുക, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
ഒരു പ്രാവശ്യം കൂട്ടുകാർ ഉണ്ടാക്കി നോക്കിയുള്ള ഈ രീതിയിൽ. അപ്പോൾ അതാ സവോളയും ഇഞ്ചിയും പച്ചമുളകും, സവോള മാത്രം നീളത്തിലരിഞ്ഞു, ബാക്കി ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തു. അതൊക്കെ ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ടെടുത്ത് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ വേഗം കുക്കർ തുറന്നുകാണ്ട് ഗ്രീൻ പീസുകളിൽ വേറൊരു പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. ചില്ലി പോലെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരീച്ച വേവ് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ അധികം വേവ് കൂടിയാൽ രസമില്ല. അപ്പോൾ അത് ആ വെള്ളരിക്കും പരിപ്പും കൂടി കഴുകി കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ രണ്ടാമത് ഒഴിക്കുക ചെയ്യുക, അല്ലാണ്ട് ആ റവയിൽ വെള്ളം ഒഴിച്ച് അതങ്ങനെ തിളപ്പിക്കുകയല്ല കേട്ടോ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അത് ആ സവോള മാറ്റിയിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഈ സവോള ഇന്നധികം വഴണ്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉപ്പുമാവിലേക്ക്. പിന്നെ റവയും വറുത്ത റവയായിരുന്നു, അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. 1/2 കിലോനുണ്ടായിരുന്നു, പക്ഷെ മുഴുവനൊന്നും ഇട്ട് കൊടുത്താൽ ചിലവാവില്ല എനിക്കറിയാം, അത് കാരണം മുഴുവൻ ഉപയോഗിച്ചില്ല. വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ വെച്ചിട്ട് അങ്ങനെ അത് മാറ്റി വെച്ചു. ഇതിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്തു. പിന്നെ അതിലേക്ക് മുകളിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ചൂടുവെള്ളം എന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം, ഇത്തിരി നീങ്ങി നിന്ന് ഒഴിക്കണം. നന്നായിട്ട് മുകളിലേക്ക് ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് നനയണ വിധത്തിൽ മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പണ്ട് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന അവസരം എനിക്ക് ഉപ്പുമാവിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അറിയാണ്ട് ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭയങ്കര വിറയായിരുന്നു. ഇപ്പം അതൊക്കെ പോയി, എന്തുണ്ടാക്കാൻ പറഞ്ഞാലും ഒരു വിറയില്ല, വിഷമമില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് ഒന്ന് എൻജോയ് ചെയ്തിട്ടാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ പണിയെടുക്കുന്നതും. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അതിനിങ്ങനെ കുറ്റം പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും കേട്ടോ. എന്തായാലും കുറ്റം ഉണ്ടെങ്കിലൊക്കെ പറയാം, പക്ഷെ നമ്മളെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞാൽ അതെനിക്കിഷ്ടമില്ല. അപ്പോൾ അതാ മൂടി വെച്ച് ആ വെള്ളം ഒന്ന് ഡ്രൈ ആകുമ്പോൾ തുറന്നും കണ്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നിറയെ നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. പിന്നെ ഈ ചൂടുവെള്ളത്തിന് പകരം നമുക്ക് പാല് ഡൈല്യൂട്ട് ചെയ്ത് തിളപ്പിച്ചതും ഒഴിക്കാം കേട്ടോ. അതും നല്ല സോഫ്റ്റ് ആയിരിക്കും ആ ഒരു ഉപ്പുമാവ് എന്ന് പറയുന്നത്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉപ്പുമാവിൽ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ പുറത്തേക്ക് വെച്ച് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ച് മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും വെള്ളരിയും മാങ്ങയും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പുമാവും ദൈ മിക്സ് ചെയ്ത് അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ഒരു കാസറോളിലേക്ക് തന്നെ പകർത്തി വെച്ചു കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്തുണ്ടാക്കിയാലും അതിങ്ങനെ അതാത് പാത്രങ്ങളിൽ പകർത്തി വെക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോഴാണ് അടുക്കള നന്നായിട്ട് ഒതുങ്ങിയിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും മാങ്ങയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. പരിപ്പും മാങ്ങി വെള്ളരിയും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെന്തിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചു. ഞാൻ തട്ടടുപ്പത്ത് വെച്ചത്. ഇനി നമുക്ക് എന്തായാലും ഉപ്പേരി കാച്ചണമല്ലോ, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അപ്പോൾ ചേട്ടനോട് ഞാൻ പറയാട്ടോ വെളിച്ചെണ്ണ കഴിഞ്ഞു എന്ന്. അപ്പോൾ ഞങ്ങൾ വർത്തമാനം പറയുന്നത് ഇട്ടുണ്ടെന്ന് തോന്നുന്നത് ഞാനിൽ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കഴിഞ്ഞൂലേ എന്ന് പറഞ്ഞ് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു വൈകുന്നേരം. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ചതച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ. അപ്പോൾ അത് വേഗം ആ കുഞ്ഞുരുളിയിൽ തന്നെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് വേഗം അതെടുത്ത് കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കുത്തുമുളകാണ് കേട്ടോ. കുത്തുമുളക് എന്ന് പറയുന്നത് ചപ്പമുളകാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാറ് പതിവൊന്നുമില്ല, കൂടുതൽ നമ്മൾ തന്നെ പൊടിക്കാറ് തന്നെ പതിവ്. ഇന്ന് പക്ഷേ വാങ്ങിച്ചതാണ് കേട്ടോ. അതിലേക്ക് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിക്കുക. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മെഴുക്ക് പുരട്ടിയാണ് തോരനേക്കാളും ഒക്കെ ഇഷ്ടം. മെഴുക്ക് പുരട്ടിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ അത് ആ ചേട്ടന് പഴം എടുത്ത് തരാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എന്ത് ഇത് തുറക്കാനിട്ടില്ല, ചൂടോടുകൂടി കാസറോൾ അടച്ചിട്ട്. പിന്നെ ലാസ്റ്റ് ഒരു തുണിയൊക്കെ എടുത്ത് തിരിച്ചപ്പോൾ പിന്നെ കിട്ടിയിട്ടാണ്. ചേട്ടൻ തുറന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് കിട്ടി. ചേട്ടന് പഴവും ഇതൊക്കെ കൊടുത്തു. ആളത് പോയിരുന്ന് കഴിച്ചു. അപ്പോഴേക്കും ഗ്രീൻ പീസുകളാവാൻ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ്. അങ്ങനെ അപ്പോഴേക്കും മുളകൊക്കെ മൂത്തു. ഗ്രീൻ മസാല ഇട്ട് കൊടുത്തു. അതിലിത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അത് അതിൽ തന്നെ ഇട്ട് വറ്റിച്ചു. നന്നായിട്ട് വെന്താലും കുഴപ്പമില്ല, പക്ഷേ വെന്ത് ഉടഞ്ഞു പോയി ആ ഗ്രീൻ പീസുകാരെല്ലാം മെഴുക്ക് പറ്റിയൊന്നും ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കണം. അതവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ പരിപ്പും വെള്ളരിയും മാങ്ങയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ കുക്കറിൽ, അത് ഞാനൊരു സ്റ്റീൽ കലത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. കുക്കറിൽ വെക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, ചെറുതായിട്ടൊരു ലൂസിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് അരപ്പായിട്ട് കുറച്ച് നാളികേരം, ഇത്തിരി വെളുത്തുള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും, ചുവന്നുള്ളി, ജീരകം, വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് അരച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റൊന്നും ആക്കണ്ട, അത്യാവശ്യം ചെറുതായി തരിതരിപ്പോടുകൂടി അരച്ച് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. തൃശ്ശൂർക്കാരുടെ ഒരു കറി തന്നെയാണത്. പിന്നെ ഇത് അടുക്കളയൊക്കെ വൃത്തിയാക്കി പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. ഞാനും ആദ്യത്തിനും ഉണ്ടായിരുന്നു കേട്ടോ.
ചേട്ടൻ പോയി ശ്രീകുട്ട എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പുമാവും ഗ്രീൻ പീസ് കടലയും പഴം പുഴുങ്ങിയതും നല്ല അടിപൊളി ഒരു കടുപ്പത്തിലുള്ള പാൽച്ചായയും കൂട്ടി അങ്ങനെ കഴിച്ചു. ഒന്ന് ഉഷാറായിട്ടാണ്. അതിനെന്താവോ ആദ്യം ഉപ്പുമാവ് വലിയ ഇഷ്ടമുണ്ടായില്ല, ഇന്ന് വലിയ ഇഷ്ടമായിട്ടൊക്കെ കഴിക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത്ര ഇഷ്ടാവില്ല, ഇതേപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ യാത്രയായി വടക്കുന്നാഥനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പോകണമെന്നൊക്കെ വിചാരിച്ചു, നടന്നില്ല. എന്നിട്ട് ഒരു ബസ് മുന്നേ പോകാൻ പറ്റില്ല, എന്നാലും കയറാൻ പറ്റില്ല. എന്നാലും പുറത്തുനിന്നൊക്കെ തൊഴുത് മനസ്സിനൊരു ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞ അമ്പലത്തിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ തോന്നിയത്. കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണുമ്പോഴുള്ളൊരു സങ്കടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇനി കൂട്ടുകാർക്ക് കാണും കേട്ടോ. എനിക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറിയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം ഉണ്ടായിരുന്നില്ല. അതിന് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ അതാ തിരിച്ചു പോന്നു. പിന്നെ അവിടെ നിന്ന് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ. നമ്മുടെ ജോലി സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വടക്കുന്നാഥൻ. MG റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ട ജോലിക്ക് പോകാനായിട്ട് ഓഫീസിലേക്ക്. അങ്ങനെ അതാ ഓഫീസിലെത്തി ജോലിയൊക്കെ തുടങ്ങി. പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. നമ്മുടെ ഇവിടുത്തെ അടുത്തത്തെ അമ്പലത്തിലേക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്, ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും.